ഇക്കൊല്ലത്തെ നവരാത്രി പൂജകൾ അവസാനിച്ചു. ആയിരക്കണക്കിന് കുരുന്നുകൾ അക്ഷരത്തിൽ വിരൽ തൊട്ട് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചു. അക്ഷരക്കളരിയിലേക്ക് മാത്രമല്ല, വിവിധതരം കലാരൂപങ്ങളിലും നിരവധി പേർ പരിശീലനം തുടങ്ങി. തലസ്ഥാനത്തെ വിദ്യാരംഭത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കിടെയാണ് സ്മാർട്ട് വേ പൗർണമിക്കാവിലെത്തിയത്. പൗർണമിക്കാവിലെത്തുന്ന ഭക്തർക്ക് മാത്രം അഭിമാനിക്കാവുന്ന ആത്മീയ നേട്ടമാണ് അക്ഷരദേവതമാരുടെ പ്രതിഷ്ഠ. അക്ഷരങ്ങളിൽ അദൃശ്യമായിരുന്ന ദേവതകളാണ് വൈദികതയുടെയും ദൈവികതയുടെയും പൂർണ്ണതയോടെ പൗർണമിക്കാവിൽ നിരന്നു നിറഞ്ഞു നിൽക്കുന്നത്. വാമൊഴിയായും വരമൊഴിയായും ഉപയോഗിക്കുന്ന ഓരോ അക്ഷരത്തിനും ഓരോ ദേവതമാരുണ്ടെന്നാണ് വിശ്വാസം. ഓരോ ദേവതമാർക്കും 2 പേരുകൾ. എല്ലാ ദേവതമാർക്കും വാഹന സങ്കല്പവും പ്രത്യേകം ധ്യാന ശ്ലോകവുമുണ്ട്. ഓരോ അക്ഷരത്തിനും കടവയാതി പ്രകാരം സംഖ്യാമൂല്യമുള്ള വിലയുമുണ്ട്. ഇവയെല്ലാം പൗർണമിക്കാവിലെത്തിയാൽ കണ്ടു മനസ്സിലാക്കാം. ഉദാഹരണമായി ഹരിശ്രീ ഗണപതായേ നമഃ എന്നെഴുതുമ്പോൾ ഓരോ അക്ഷരത്തിൻ്റെയും സംഖ്യാമൂല്യമുള്ള വിലകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ആകെത്തുക 51. ഇതിനെയാണ് 51 അക്ഷരാളി എന്ന് പറയുന്നത്. അല്ലാതെ 51 അക്ഷരങ്ങളെയല്ല 51 അക്ഷരാളി അർത്ഥമാക്കുന്നത്. പൗർണമിക്കാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്ത് ആദ്യമായി അക്ഷരദേവതകൾക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ്. 51 അക്ഷരങ്ങൾക്കും ദേവിമാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കൃഷ്ണശിലയുള്ള വിഗ്രഹമാണ്. അപ്പോൾ ഇത് ഒരു 12 വർഷത്തോളം ഒരു പഠനം നടത്തിയിട്ടാണ് അക്ഷരദേവത എന്നുള്ള ഒരു സങ്കല്പം ഇവിടെ പ്രതിഷ്ഠിക്കാൻ കാരണം. ഇതിനു മുമ്പ് അക്ഷരദേവതയെ പ്രതിഷ്ഠിച്ചത് നാരായണ ഗുരുദേവൻ 100 വർഷങ്ങൾക്ക് മുമ്പേ മുരുക്കുമ്പുഴ കാളകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ അദ്ദേഹം ഒരക്ഷരത്തിൻ്റെ ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ അക്ഷരദേവയെ പ്രതിഷ്ഠിക്കാൻ ഒരു കാരണം ആ ശിവഗിരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നൊരു മഠാധിപതി ശാശ്വതാനന്ദ സ്വാമിയും അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അക്ഷരദേവത പ്രതിഷ്ഠ വേണമെന്ന് എന്നോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സമാധിയായതിനു ശേഷമാണ് ഈ പ്രതിഷ്ഠ ഇവിടെ നടക്കുന്നത്. എന്നാലും ഈ അക്ഷരദേവത വിഗ്രഹം മയിലാടിയിൽ ആണ് ഈ 51 വിഗ്രഹങ്ങളും കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഗ്രഹം വാഹനങ്ങളിൽ രഥത്തിൽ തയ്യാറാക്കി വരുമ്പോൾ ഇത് ചെമ്പഴന്തിയിലും ശിവഗിരിയിലും വർക്കല ഗുരുദേവൻ ബസ് നടത്തിയ ക്ഷേത്രത്തിലും ഇത് ഈ വിഗ്രഹങ്ങൾ കൊണ്ടുപോയതിന് ശേഷമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഇതിൽ ആയെന്നുള്ള അക്ഷരത്തിന് അജാമുഖി, അമൃതാദേവി 2 പേരുകളാണ്. അപ്പോൾ ഓരോ അക്ഷരത്തിനും 2 പേരുകളായിട്ടാണ് അതിൻ്റെ ഇത് കൊത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത് ആകർഷണീ ദേവി, അതർബാണി ദേവി, മൂന്നാമത്തെ ഇന്ദ്രാണി, ഇളാദേവി. 2022 ഒക്ടോബറിലെ വിജയദശമി മുതലാണ് അക്ഷരദേവതകളെ പ്രാർത്ഥിക്കാനും പൂജിക്കാനും പൗർണമിക്കാവിൽ അവസരമൊരുങ്ങിയത്. ഓരോ അക്ഷരത്തിനും ഓരോ ദേവതമാരുണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയത് ഭാഷാപിതാവായ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തിലെ 14-ാം ശ്ലോകം മുതൽ 60-ാം ശ്ലോകം വരെ അക്ഷരദേവതമാരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടത്രേ. 4 വേദങ്ങളും ഹരിനാമകീർത്തനവും ദേവീഭാഗവതവും ശങ്കരാചാര്യരുടെ കൃതികളും ശിവസംഹിതയും പുരാണങ്ങളും ആഴത്തിൽ പഠിച്ചതിനു ശേഷമാണ് അക്ഷരദേവതമാരെ കണ്ടെത്തിയതത്രേ. അപ്പോൾ ഈ അക്ഷര ദേവതയ്ക്ക് അല്ലെങ്കിൽ അക്ഷര ശക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരക്ഷരത്തിന് തെറ്റ് സംഭവിച്ചാൽ ശരി അല്ലാത്ത സംഭവിക്കുക. അത് പുരാണങ്ങളിലും ചരിത്രങ്ങളിലെല്ലാം ഉണ്ട്. അപ്പം ഈ കുംഭകർണനും വാസ്തവത്തിൽ അക്ഷരം തെറ്റിയതിലാണ് 6 മാസം ഉറങ്ങി ജീവിതം അനുഭവിക്കേണ്ടി വന്നു. വരം ചോദിക്കാൻ ഉദ്ദേശിച്ചത് നിർദേവതത്വം എന്ന് പറഞ്ഞാൽ
ദേവന്മാർക്ക് ഉപരിയായിട്ടുള്ള നിർദേവത്വം, ഒരിക്കലും ദേവന്മാർക്ക് പോലും ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത വരമാണ് കുംഭകർണൻ ചോദിക്കാൻ വേണ്ടി തപസ് ചെയ്യുന്നത്. അപ്പൊ ദേവന്മാർ തന്നെ ഭയന്നു. ഈ കുംഭകർണൻ വരം ചോദിക്കുമ്പോൾ അതിന് തെറ്റ് സംഭവിക്കാൻ വേണ്ടി ദേവന്മാർ സരസ്വതി ദേവിയെ അടുത്ത് ചെന്ന് കുംഭകർണൻ ചോദിക്കുന്ന വരത്തില് അക്ഷരത്തെറ്റുണ്ടാക്കണം. ചോദിച്ചപ്പോൾ അതിൽ ഒരക്ഷരം നിദ്രാവസ്ഥ ചോദിച്ചു, ഉറങ്ങാനുമുള്ള വരം ചോദിച്ചു. അങ്ങനെയാണ് ഈ കുംഭകർണൻ പോലും ജീവിതത്തിൽ ഇത്രയും പരാജയം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാക്കിൽ അക്ഷരങ്ങൾ തെറ്റുമ്പോൾ നിരവധി ദുരിതം നമ്മളിൽ വന്നു ചേരും. അതേപോലെ കേരളത്തിൽ യാഗം നടത്തുവാൻ 10 ഇല്ലങ്ങൾക്ക് അധികാരമുണ്ടായി. ആ 10 ഇല്ലങ്ങളും വാസ്തവത്തില് യാഗം നടത്തി യാഗമന്ത്രങ്ങളിൽ വീഴ്ച സംഭവിച്ച ആ ഇല്ലങ്ങളെല്ലാം തന്നെ ഇന്ന് നാമാവശേഷമായി കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം അക്ഷരത്തെറ്റ് കൊണ്ട് സംഭവിക്കുന്നതാണ്. പൂജാകാര്യങ്ങളായിരുന്നാലും ജീവിതകാര്യങ്ങളായിരുന്നാലും അത് അർത്ഥവർത്താത്തോട് ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഈ അക്ഷര ദേവി പ്രതിഷ്ഠ പൗർണമിക്കാവിൽ പ്രതിഷ്ഠിക്കാൻ കാരണം. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. അപ്പൊ ഇത് കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും അവരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ആ ദേവിയെ സങ്കല്പിച്ച് പ്രാർത്ഥന നടത്തിയാൽ ശരിക്ക് നല്ല ഫലം കിട്ടുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം. അതനുസരിച്ച് വിദ്യാർത്ഥികളായിരുന്നാലും റിസർച്ച് ചെയ്യുന്നവരായിരുന്നാലും മറ്റ് ബിരുദമെടുക്കുന്നവരും ഈ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ അക്ഷര ദേവി പൂജയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, സ്വയം പൂജിക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിൽ വരും. അതാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത, ഈ അക്ഷരദേവിയുടെ പ്രത്യേകത. അപ്പൊ ഇത് നിരവധി ആൾക്കാരുടെ അനുഗ്രഹം, ഈ അക്ഷരദേവ പ്രതിഷ്ഠയ്ക്ക് ഉപദേശവും അനുഗ്രഹവും നമ്മൾ വാങ്ങിച്ചാണ്. ഈ എത്ര നമ്പൂതിരിപ്പാട്, അതേപോലെ നമ്മുടെ ശാസ്ത്രിയാനന്ദ സ്വാമി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം, അതേപോലെ മള്ളിയൂർ തിരുമേനി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, അങ്ങനെ നിരവധി പണ്ഡിതന്മാരുടെ അനുഗ്രഹത്തോടു കൂടിയാണ് പൗർണമിക്കാവിൽ ഈ അക്ഷര ദേവി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അതിന്റെ അനുഭവം വളരെ വലുതാണ്. അത് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം തീർച്ചയായിട്ടും വരുന്നവർക്കെല്ലാം തന്നെ ലഭിക്കും.